നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരിലുള്ള സെറ്റിംഗ് ഔട്ട് കഴിഞ്ഞ് എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സൈറ്റിലാണ് നമ്മളിന്ന് പറയാൻ ശ്രമിക്കുന്നത്. ആക്ച്വലി ഒരു പ്ലോട്ട് നമ്മൾ വീട് പണിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ, അത് പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ പ്ലോട്ടിനകത്ത് പഴയ കാലത്ത് വല്ല കിണറുകളോ ഏതെങ്കിലും ആവശ്യത്തിനുള്ള വേസ്റ്റ് പിറ്റുകളോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കുഴികൾ ഉണ്ടോ എന്നുള്ളത്, ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അത് ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇപ്പം നമുക്ക് ഈ സൈറ്റിൽ നമുക്ക് അനുഭവപ്പെട്ട കാര്യം, നമ്മൾ എക്സ്കവേറ്റ് ചെയ്യാൻ ഇവിടെ ഉദ്ദേശിച്ചിരുന്നത് നല്ല ലാറ്ററൈറ്റ് സോയിലാണ്. അപ്പോൾ നോർമലി നല്ല ഹാർഡ് സ്റ്റാറ്റിയുള്ള മണ്ണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം മണ്ണുകളിൽ നമ്മൾ ചെയ്യുക 60 സെൻറ്റിമീറ്റർ ആഴത്തിലും 60 സെൻറ്റിമീറ്റർ വീതിയിലും നമ്മൾ ഫൗണ്ടേഷൻ എടുത്ത് അതിൽ DRM ചെയ്ത് ഫില്ല് ചെയ്ത് വന്ന് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബേസ്മെൻറ്റ് കിട്ടുകയാണ് ചെയ്യാറ് RMൽ. എന്നാൽ ഇവിടെ അതിനു വേണ്ടി എക്സ്കവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം, 2 സ്ഥലങ്ങളിലായിട്ട് ഒരു സ്ഥലത്ത് വലിയൊരു കിണറിൻ്റെ ഒരു ഭാഗം നമ്മളുടെ കൃത്യമായിട്ട് ഈ വീടിൻ്റെ പ്ലാനിനകത്ത് കാണുന്ന സ്ഥിതി ഉണ്ടായി. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വലിയൊരു വേസ്റ്റ് പിറ്റും നമുക്ക് കാണുന്ന സ്ഥിതി ഉണ്ടായി. പഴയ കാലത്തുള്ള നമ്മുടെ ആളുകളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ വേസ്റ്റ് പിറ്റുകളും പഴയ കിണറുകളൊക്കെ വീട്ടിലുണ്ടാവുന്ന ഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് വെച്ചിട്ടാണ് നമ്മളതൊക്കെ മൂടിക്കളയുക. അങ്ങനെ മൂടുമ്പോൾ അതിൻ്റെ സർഫേസ് ലെവലിലുള്ള ഉപരിതലത്തിലുള്ള മണ്ണ് വളരെ ഉറപ്പിൽ നമുക്ക് കാണപ്പെടുകയും അതനുസരിച്ച് നമ്മൾ പലപ്പോഴും തെറ്റായ രീതിയിൽ അതിൻ്റെ അടിത്തട്ട് പരിശോധിക്കാതെ ഫൗണ്ടേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും, പണി കഴിഞ്ഞ് 1-2 വർഷത്തിനുള്ളിൽ നെടുനീളെ നമുക്ക് വെർട്ടിക്കൽ ക്രാക്കുകൾ പ്രത്യക്ഷപ്പെടുക. അത് പിന്നെ വൺസ് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത്തരം ക്രാക്കുകൾ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചിലവേറിയ സംഗതിയും ഒരു പരിധി വരെ അത് അപ്രായോഗികമാണ് അത് പരിഹരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായിട്ടും ഇത്തരം അപകടങ്ങൾ, പതിയിരിക്കുന്ന അപകടങ്ങൾ ആ മണ്ണിനകത്ത് അടിയിൽ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇപ്പോൾ ഈ സൈറ്റിൽ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു വലിയൊരു കിണറാണ്. വലിയ ആഴത്തിലും വലിയ വട്ടത്തിലുള്ള ഒരു കിണറാണ്. ഇപ്പം എന്ത് ചെയ്യേണ്ടി വന്നെന്ന് പറഞ്ഞാൽ, ഈ സൈറ്റിൽ നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു 50 സെൻറ്റിമീറ്റർ ആഴത്തിൽ പോകുന്നത് വരെ മണ്ണിനൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. നല്ല അത്യാവശ്യം ഉറപ്പുള്ള മണ്ണാണ്. എന്നിട്ട് നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞത് ആക്ച്വലി നമ്മൾ ഒരു പോസ്റ്റ് എക്സ്കവേഷൻ വർക്ക് ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് നടത്തുമ്പോൾ, ഒരു കമ്പി എടുത്ത് നമ്മുടെ എഞ്ചിനീയർ ഈ ഫൗണ്ടേഷനകത്ത് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നന്നായി കമ്പി താഴ്ന്നു പോകുന്നു. അങ്ങനെ അവിടെ വീണ്ടും എക്സ്കവേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു വലിയൊരു കിണറിൻ്റെ പോർഷൻ നമ്മുടെ ഫൗണ്ടേഷനകത്ത് വന്നിട്ടുണ്ടെന്നും. അതുപോലെ തന്നെ തൊട്ടടുത്ത് അതിന് ശേഷം നോക്കിയപ്പോൾ വലിയൊരു വേസ്റ്റ് കുഴി, ഇതുപോലെ ചവറുകളിട്ട് മൂടിയൊരു വേസ്റ്റ് കുഴിയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അൺഫോർച്ചുനേറ്റ്ലി പല സ്ഥലങ്ങളിലും പറ്റുന്ന അപകടം ഇത് മനസ്സിലാക്കാതെ, ഇതറിയാതെ, ഈ പതിയിരിക്കുന്ന അപകടം അറിയാതെ നമ്മളിതിന് മുകളിൽ DRM കൊടുക്കുകയും അതിൻ്റെ മുകളിൽ ബേസ്മെൻറ്റ് എടുക്കുകയും അതിന് മുകളിൽ വീട് കെട്ടിപ്പൊക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫൗണ്ടേഷനും ബേസ്മെൻറ്റിനും മുകളിൽ ലോഡ് വരുമ്പോൾ പയ്യെ ഈ ഹോളോ ഫീലിംഗ് ഉള്ള കുഴിയിലേക്ക് നമ്മുടെ ഫൗണ്ടേഷനും ബേസ്മെൻറ്റ് ഇരിക്കുകയും ഒരു അൺഈക്വൽ സെറ്റിൽമെൻറ്റ് വരികയും ആ സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചുമരിൽ നെടുനീള ക്രാക്ക് വരികയും ചെയ്യും. ഇത്തരത്തിൽ ക്രാക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കൽ ഒരു പരിധി വരെ അപ്രായോഗികവും, പരിഹരിക്കണമെങ്കിൽ തന്നെ വളരെ ചിലവേറിയ ഒരു പ്രോസസ്സുമാണ്. അപ്പോൾ ഒരു പ്ലോട്ട് വീട് പണി മനസ്സിലാലോചിച്ച് ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ മുതൽ ആ പ്ലോട്ടിനകത്ത് ഇത്തരം ഇഷ്യൂസ് ഇല്ല എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം. കാരണം ഇത് നമ്മുടെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കും, നമ്മുടെ പ്ലാനിനെ താളം തെറ്റിക്കും, നമ്മുടെ ടൈമിനെ താളം തെറ്റിക്കും. ഒരു വീട് പണിക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും തകിടം മറിക്കാൻ ഇത്തരം ഒരു വില്ലനായിട്ട് രൂപപ്പെടുന്ന കുഴികൾക്ക് സാധിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും പ്ലോട്ട് വാങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. താങ്ക്